കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്രാവശ്യം ഞാൻ പറയുന്നത്. ഇത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല, എന്നിരുന്നാലും പറയേണ്ടി വന്നതുകൊണ്ട് പറയുകയാണ്. ഇന്ന് പറയുന്നത് ഷോഡശക്രിയ എന്നുള്ളതാണ്. എന്താണ് ഷോഡശക്രിയ? ഷോഡശക്രിയ എന്ന് പറയുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, കർമ്മം, പൂജാവിധികൾ, യോഗ, ഭക്തി എന്നൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഷോഡശക്രിയകൾ എന്ന് പറയുന്നത്. ഈ ഷോഡശക്രിയകൾ എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു കുടുംബജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ ആ കുടുംബജീവിതം തുടങ്ങി ഒരു കുടുംബജീവിതം തുടങ്ങി ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുന്നു എന്ന് തുടങ്ങി മരണം വരെയുള്ള കാര്യങ്ങൾ, ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഷോഡശക്രിയകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷോഡശക്രിയയിൽ ഷോഡശം എന്ന് പറഞ്ഞാൽ 16 എന്നുള്ളതാണ് ഷോഡശം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ ഷോഡശക്രിയകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭധാനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ മുതൽ പുംസവനം, സീമന്തനം, ഈ ജാതകരണം, നാമകരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഷോഡശത്തിൽ നമ്മൾ പറയുന്നത്. അതാണ് ഷോഡശക്രിയ എന്ന് പറയുന്നത്. ഷോഡശക്രിയ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരും വിചാരിക്കും എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ്. ഒന്നുമില്ല. നമ്മളൊരു കുടുംബജീവിതം ഉൾപ്പെടെ സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ പെരുമാറണം, ഐശ്വര്യം ഉണ്ടാകാനായിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഋഷീശ്വരന്മാർ തയ്യാറാക്കിയ ഒരു സംസ്കാര പദ്ധതിയാണ് ഷോഡശ സംസ്കാര പദ്ധതി. ഈ ഷോഡശ സംസ്കാര പദ്ധതിയെ പാലിക്കുന്നത് എത്ര പേരുണ്ട്? പലരും അത് പാലിക്കാറില്ല. പാലിക്കേണ്ടത് ആരൊക്കെയാണ്? ബ്രാഹ്മണ സമുദായത്തിലുള്ളവർ പാലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണ സമുദായത്തിലുള്ളവർ പാലിക്കുമ്പോൾ അവർ പാലിക്കേണ്ട ഷോഡശ സംസ്കാര ക്രിയകൾ കൃത്യമായിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ടോ? അതിന് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാകുന്നത് പോലെ ഇതിനും മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഷോഡശ ക്രിയക്കകത്ത് പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗർഭധാനം. ഈ മനുഷ്യ യോനിയിൽ ജീവൻ എത്തുന്ന നിമിഷം മുതൽ മരണം വരെയുള്ള 16 വഴികളാണ് ഈ ഷോഡശക്രിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പറയുന്നത് ഗർഭധാനം, പുംസവനം, സീമന്തനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ജാതകരണം, നാമകരണം, നിഷ്ക്രാമണം, അന്നപ്രാശനം, ചൂടാകർമ്മം പറഞ്ഞാൽ തലമുടി മുറിക്കുക, അത്രയേ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ മറ്റു പേര് പറയുന്നതേ ഉള്ളൂ. ഉപനയനം കഴിഞ്ഞിട്ടുള്ള വേദാരംഭം കഴിഞ്ഞിട്ട് സമാവർത്തനം കഴിഞ്ഞതിന് ശേഷമുള്ള വിവാഹം, ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞ് വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് സന്യാസം. ഇവിടെ തിരിച്ചാ വല്ലതും പറഞ്ഞത് സന്യാസവും വാനപ്രസ്ഥവും ഒക്കെ ഒന്നാണ്. അല്ല, വാനപ്രസ്ഥം കഴിഞ്ഞാണ് സന്യാസം. അന്ത്യേഷ്ടി പറഞ്ഞാൽ ഈ പറയുന്ന മരണാന്തര ക്രിയകൾ. ഇതൊക്കെയാണ് ഷോഡശ ക്രിയകൾ എന്ന് പറയുന്നത്. ഈ ഷോഡശ 16 ക്രിയകൾ ചെയ്യുമ്പോൾ ബ്രഹ്മദർശനമാണ് അടിസ്ഥാനമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ദർശനം ബ്രഹ്മമാണ്. വേദാന്ത മീമാംസയിലെ സാഖ്യയോഗമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. വൈശേഷിക ന്യായമാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, കർമ്മം, പൂജാവിധികൾ, യോഗ,
ഭക്തിയോഗ, ഇതെല്ലാം ഷോഡശക്രിയക്കകത്ത് വരുന്ന സംഭവങ്ങളാണ്. ഇതിന് പിന്നെ ബേസ് ചെയ്യുന്ന ചില ഗ്രന്ഥങ്ങളുള്ളത് ഞാൻ വേദാന്തങ്ങൾ, ഉപനിഷത്തുകൾ, വേദാംഗങ്ങളുണ്ട്. വേദം വേറെ, വേദങ്ങൾ വേറെ, വേദാംഗങ്ങൾ വേറെ. പിന്നെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, ഗീത, പുരാണങ്ങൾ, ഇതെല്ലാം ഈ ഷോഡശക്രിയയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഭക്തിയോഗയുടെ ഒരു പിന്നെ വളരെ നല്ലൊരു സെക്ഷൻ ഷോഡശക്രിയയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഷോഡശക്രിയ എന്ന് പറയുന്നത് ഒരു ജീവിത ക്രമം മാത്രമാണ്. അല്ലാതെ ഷോഡശക്രിയ എന്ന് പറയുന്നത് പിന്നെ അതിഗംഭീരമായ മറ്റെന്തോ ഒരു പൂജാവിധിയാണെന്നോ അല്ലെങ്കിൽ ഒരു പിന്നെ താന്ത്രിക ക്രിയയാണെന്നോ ഒന്നുമല്ല ഷോഡശക്രിയയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ഷോഡശക്രിയയെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. കാരണം അതൊരു അത്ര പിന്നെ പറയത്തക്ക വിധത്തിൽ പഠനവിധേയമാകേണ്ട വിധത്തിലുള്ള അത്ര വലിയ കാര്യമൊന്നുമല്ല ഷോഡശക്രിയ എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് തെറ്റായിരിക്കാം, ശരിയായിരിക്കും. പക്ഷേ ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേദപഠനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശത്തെ തുടർന്ന് ചിലർ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഷോഡശക്രിയ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല എന്നോ. ശാസ്ത്രിമാർ ഷോഡശക്രിയകൾ മനസ്സിലാക്കേണ്ടതാണ്, എന്നെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് ശാസ്ത്രീയയുടെ പ്രവൃത്തിയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ ഷോഡശക്രിയ ചെയ്യുന്ന വ്യക്തികൾ അറിവുകളുടെ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് അറിവ് കൊണ്ട് വേണം അതിന് മറുപടി നൽകേണ്ടത്. അല്ലാതെ നമ്മൾ ഷോഡശക്രിയ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിശബ്ദം ഞങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളുക എന്ന് പറയുന്നത് ഒരു മതവിശ്വാസിയായാലും ശരി, ഒരു മതത്തെ അല്ലെങ്കിൽ അറിവിനെ പഠനവിധേയമാക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നിരിക്കും. എന്നിരുന്നാലും അവരോട് ഞാൻ ചോദിച്ചത്, ഷോഡശക്രിയ ചെയ്യുന്ന നിങ്ങൾ ഓരോ വ്യക്തികളോടും ബഹുമാനവും ആദരവും എല്ലാമുണ്ട്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. എൻ്റെ അറിവ് തുലോം കുറവാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ചിലത് ചോദിച്ചത് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിനുള്ള മറുപടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഞാനത് അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഷോഡശക്രിയ മാത്രമല്ല, ഏത് കാര്യത്തെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ ആ പറയുന്നത് ഒരു അറിവാണ്. ചിലപ്പോൾ അത് അറിവ് കേടുമായിരിക്കാം, സമ്മതിച്ചു. വെറും വാക്ചാതുരി കൊണ്ട് ജ്ഞാനത്തെ നമുക്ക് വിളമ്പുവാൻ ആവില്ല. വെറും വാക്ചാതുരി കൊണ്ട് ജ്ഞാനത്തെ വിളമ്പുവാനാകില്ല എന്നുള്ളത് മനസ്സിലാക്കണം. 14 ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടല്ല ഒരു വ്യക്തി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് ഗഗനമായി പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ള വ്യക്തികൾ രചിച്ച ഗ്രന്ഥങ്ങളും പാടലുകളും പഠിച്ച് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അറിവെന്ന് പറയുന്നത് ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. കടലിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തീരത്താണ്. തിര കാണുമ്പോഴാണ് നമുക്ക് കടൽ സൗന്ദര്യമുണ്ട്. പക്ഷെ കടലിൻ്റെ തിര കണ്ടുകൊണ്ട് കടലിൻ്റെ കടൽ നിധികളെ നമുക്ക് ഒരിക്കലും കൈക്കലാക്കുവാൻ കഴിയില്ല. കടലിലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അമൂല്യമായ കടൽ നിധികൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് കടൽ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുവാനും കഴിയുള്ളൂ. അപ്പോൾ അറിവെന്ന് പറയുന്ന ഈ കടലിനകത്തേക്ക് നമ്മളൊരു സഞ്ചാരം തീരത്ത് നടത്തിയാൽ പോരാ, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അത് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൺമറഞ്ഞു പോയ പല കാര്യങ്ങളും കണ്ടെത്തിയെന്നിരിക്കും, പുതിയതായിട്ടുള്ള ചില അറിവുകൾ നമുക്ക് കിട്ടിയെന്നിരിക്കും. ഇത് നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുകയും അത് നിലനിൽക്കുന്ന അറിവുകൾക്ക് വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ആ വിരുദ്ധമായ അഭിപ്രായത്തിന് തിരിച്ച് അതേപോലുള്ള അറിവുകൾ പങ്കുവച്ചു വേണം
നമ്മൾ പരസ്പരം സംവാദം ചെയ്യേണ്ടത്. മറിച്ചുള്ള സംവാദമൊന്നും ഒരു തരത്തിലും ഒന്നിനും ഗുണം ചെയ്യില്ല. വെറും വ്യക്തികളെ തേജോവധം ചെയ്യാനായിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഷോഡശക്രിയ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഷോഡശക്രിയകളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അജിത് കുമാർ ഇത്തരത്തിൽ വേദ പഠനത്തെക്കുറിച്ച് പറഞ്ഞത്. തെറ്റ്. ഷോഡശക്രിയ എന്ന് പറയുന്നത് അത് ഗംഭീരമായിട്ടുള്ള ഒന്നൊന്നും അല്ല. നമ്മുടെ കുടുംബജീവിതം ഉൾപ്പെടെ സൊസൈറ്റിയിൽ നമ്മൾ പെരുമാറേണ്ട രീതികൾ ഇതൊക്കെ വെച്ചും കൊണ്ടുള്ള, ഞാൻ ഇപ്പം പറഞ്ഞല്ലോ 16 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ 16 കാര്യങ്ങൾ എന്താ നമുക്ക് അറിഞ്ഞുകൂടാത്ത? എല്ലാ സമുദായക്കാരും, ഹിന്ദു മതത്തിലെ എല്ലാ സമുദായക്കാരും ഏതാണ്ട് കുറേയേറെ ഷോഡശക്രിയകൾ ചെയ്യുന്നുണ്ട്. എല്ലാ സമുദായക്കാരും, എല്ലാ ജാതിക്കാരും, ഹിന്ദുക്കളിലെ എല്ലാ ജാതിക്കാരും ഗർഭദാനം ചെയ്യുന്നുണ്ട്. പുംസവനം എന്ന് പറയുന്നത് നമ്മൾ സീമന്തനൊക്കെ ചെയ്യുന്ന വളകാപ്പ് എന്നൊക്കെ പറയും. വളയിട്ട് കൊടുക്കുന്ന ചടങ്ങ്, പലഹാരം കൊടുക്കുന്ന ചടങ്ങ്, ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിന് ഈ പറയുന്ന കണക്കുള്ള സംസ്കൃത വാക്കിൽ അത് ഒളിപ്പിച്ചു വച്ചില്ല എന്നേ ഉള്ളൂ. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ജാതകകരണം എന്ന് പറഞ്ഞാൽ ജാതകം എഴുതുന്നു, അത്രയേ ഉള്ളൂ. ഈ അന്നപ്രാശനം പറഞ്ഞാൽ അന്നം കൊടുക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിന് നമ്മൾ അന്നം കൊടുക്കുന്നു. അതേപോലെ തന്നെ മറ്റൊന്നുണ്ടല്ലോ, എന്തോ ചൂടാകർമ്മമെന്നോ, ചൂടാകർമ്മം തലമുടി എടുക്കുന്നു. ഏത് കുഞ്ഞിനാണ് നമ്മൾ തലമുടി എടുക്കാത്ത? ഉപനയനം ചെയ്യുന്നു. അത് എല്ലാ എല്ലാ ജാതിക്കാരും ചെയ്യുന്നില്ല, ഉപനയനം ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് മാറ്റിവെക്കാം. ഉപനയനം ചെയ്യുന്ന ബ്രാഹ്മണ വിഭാഗക്കാര്, നമ്പൂരി വിഭാഗക്കാരൊക്കെ ഉപനയനം ചെയ്യുന്നുണ്ട്. മറ്റു വിഭാഗക്കാരത് ചെയ്യുന്നില്ല. ആ ഉപനയനം നമ്മൾ ഉപയോഗിച്ചു. വേദാരംഭം എന്ന് പറയുന്നു. വേദാരംഭം ബ്രാഹ്മണ ആൾക്കാർ ചെയ്യുന്നു. വേദങ്ങളെ പഠിപ്പിക്കാനായിട്ട് വിടുന്നു കുട്ടികളെ. ഇവിടെ നമ്മൾ വേദം പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ 1-2 കാര്യങ്ങൾ. സമാവർത്തനം, വിവാഹം എല്ലാവരും ചെയ്യുന്നതല്ലേ. രഹസ്യാശ്രമം ആരാ ചെയ്യാത്ത? കുടുംബജീവിതം നയിക്കുന്നില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടുംബജീവിതം എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാം മതിയായി എന്നൊക്കെ തോന്നുമ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു. ഞാൻ സർവ്വജീവിതത്തിൽ ഭൗതികമായ ജീവിതങ്ങളോടൊരു വിരക്തി തോന്നി ഒരു ഏകാന്തമായ ജീവിതം നയിക്കുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ? പിന്നെ അവസാനം മരിക്കൂലേ എല്ലാവരും? ഇത്രയേ ഉള്ളൂ ഷോഡശക്രിയ എന്ന് പറയുന്നത്. ഒരു ജീവൻ മനുഷ്യയോനിയിൽ പതിക്കുന്നത് മുതൽ മരണം വരെയുള്ള 16 വഴികളാണ് ഷോഡശക്രിയകൾ. അതിൽ ഈ പറഞ്ഞ വേദപഠനം, ഉപനയനം തുടങ്ങിയ 1-2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ് ഷോഡശക്രിയകൾ. അപ്പോൾ എന്നോട് പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന രാമായണം എല്ലാവരും വായിക്കാറുണ്ട്, മഹാഭാരതം വായിക്കാറുണ്ട്, ഭഗവത്ഗീത പഠിക്കാറുണ്ട്, അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ഇവിടെ എവിടെയാണ് പുരാണങ്ങൾ കേൾക്കുന്നില്ലേ? വേദങ്ങൾ കുറേ പേര് പഠിക്കുന്നുണ്ട്, ഉപനിഷത്തുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വേദാംഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഷോഡശക്രിയ ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ, ഷോഡശക്രിയ ചെയ്യുന്നത് എന്തോ ഒരു ഷോഡശക്രിയ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞാൽ അതൊക്കെ വലിയൊരു വിഷയമാണെന്ന്. ഒരു വിഷയമല്ല. മനുഷ്യ ജീവിതത്തിലെ 16 അവസ്ഥകളാണ് ഷോഡശക്രിയ. ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേദം പഠിപ്പിക്കുന്ന സ്ഥലത്ത് വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പഠിപ്പിക്കാം എന്നുണ്ടോ? ഇല്ല. തലയാട്ടി ഇങ്ങനെ അംഗന്യാസത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അംഗനടനക്രിയ എന്ന് പറഞ്ഞത് പഠിപ്പിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കേണ്ടത് തെറ്റെന്താണ്? അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഷോഡശക്രിയകൾ ഷോഡശക്രിയ ഭയക്കേണ്ട കാര്യമില്ല. ഇത് കേട്ട് ഭയക്കാനായിട്ട് ചിലപ്പം ചില ആൾക്കാർ ഭയക്കുമായിരിക്കും. ഭയത്താൽ ഭക്തി ഉണ്ടാക്കരുത്, അല്ലാതെ സ്നേഹത്താൽ ഭക്തി ഉണ്ടാക്കുക. ഇതാണ് ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത്, ദൈവമല്ല. പക്ഷെ ദൈവത്തെ വിറ്റ് ജീവിക്കുന്നവർക്കും മറ്റ് മാന്ത്രിക ക്രിയകൾ ചെയ്ത് ജ്യോതിഷത്തെ വിറ്റ് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ തെറ്റായിട്ട് തോന്നിയെന്നിരിക്കാം. അതെന്റെ വിഷയമല്ല. അറിവ് കൊണ്ട് വേണം നമ്മൾ നേരിടേണ്ടത്. ആ അറിവിന്റെ അറിവിനെ അറിവ് കൊണ്ട് നേരിടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദിച്ച ആളോട് ഞാൻ ചോദിച്ചാണ്, ഷോഡശക്രിയകൾ എത്ര വിധമുണ്ട്? ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ ഷോഡശക്രിയകൾ? ഇത്രയും മാത്രമേ ഉള്ളൂ? അല്ല. ഷോഡശക്രിയകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഷോഡശക്രിയകൾ എന്ന് പറയുന്നത് ഷോഡശക്രിയ 1
അതാണ് ഞാൻ ഈ പറഞ്ഞ 16 സാധനങ്ങൾ. ഷോഡശ രസക്രിയയുണ്ട്, അതേപോലെ ഷോഡശ സ്ഫുടക്രിയയുണ്ട്. അങ്ങനെ 3ആയിട്ടാണ് ഈ ഷോഡശത്തെ തിരിച്ചിട്ടുള്ളത്. ഷോഡശ സ്ഫുടക്രിയ എന്ന് പറയുന്നത് സിദ്ധമാർഗ സഞ്ചാരികൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു മെഡിറ്റേഷൻ പദ്ധതിയിൽ വരുന്നതാണ് ഷോഡശ സ്ഫുടക്രിയ എന്ന് പറഞ്ഞാൽ. അവർ സ്ഫുടം ചെയ്തെടുക്കുകയാണ്, സ്വന്തം ശരീരത്തെ സ്ഫുടം ചെയ്തെടുത്ത് ആത്മാവിനെ ഉണർത്തി, ജീവാത്മാവിനെ ഉണർത്തി, ആ ജീവാത്മാവിൻ്റെ ശക്തിയെ പരമാത്മാവുമായി ലയിപ്പിക്കുവാനായിട്ടുള്ള സ്ഫുടക്രിയകളുണ്ട്. ആ സ്ഫുടക്രിയയിൽ വരുന്നതാണ് 16 വിധത്തിലുള്ള ഷോഡശ സ്ഫുടക്രിയ എന്ന് പറയുന്നത്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതെൻ്റെ കുറ്റമാണോ? ഒരു ഷോഡശ സ്ഫുടക്രിയ അറിയില്ല, അതെൻ്റെ കുറ്റമാണോ? അല്ല. ഷോഡശ രസക്രിയ എന്ന് പറയുന്നത് സിദ്ധവേദത്തിലുള്ളതാണ് എന്ന് പറയും, വേദത്തിലുള്ളതാണെന്ന് പറയും. സിദ്ധവേദത്തിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഷോഡശ രസക്രിയ എന്ന് പറയുന്നത് ആ ഷോഡശ രസക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നവപാഷാണ ശിലയിൽ പഴനിയിൽ മുരുക വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആര് ഉണ്ടാക്കിയത്? ഭോഗർ എന്ന് പറയുന്ന 18 സിദ്ധന്മാരിൽ പ്രമുഖനായ ഭോഗർ, അഗസ്ത്യ ശിഷ്യനായ ഭോഗർ, ആ പരമ്പരയിൽപ്പെടുന്ന ഭോഗർ ഈ ഷോഡശ രസക്രിയ എന്ന് പറയുന്ന, അതിനെ ചില രസവാദക്രിയ എന്ന് പറയും, രസസേദന വിദ്യ എന്ന് പറയും. ഷോഡശ രസക്രിയയാണത്. നവപാഷാണങ്ങൾ 9 വിഷങ്ങളെ എങ്ങനെ കറക്റ്റായിട്ട് ചേർത്തുകൊണ്ട് ഒരു ശില എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ഉണ്ടാക്കിയ നവപാഷാണ ശിലയാണ് പഴനിയിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പഴനിയിലെ മുരുകൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് വേറൊന്നും കൂടെ ഉണ്ട്. ഈ ഷോഡശ സ്ഫുടക്രിയയിലെ ഒരു ഉപാംഗമായിട്ട് ഷോഡശ കലകൾ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഷോഡശ കലകൾ എന്ന് പറയുന്നത്. അത് അമൃത എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അമൃതയിൽ തുടങ്ങി മൃതത്തിൽ അവസാനിക്കുന്നു 16 കലകൾ. ഈ 16 കലകൾ, ഷോഡശത്തിന്റെ 16 കലകൾ എന്ന് പറഞ്ഞാൽ അമൃതയിൽ തുടങ്ങി മൃതത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ച് നാഡികളിലേക്ക് പ്രാണനെ എങ്ങനെ സഞ്ചരിപ്പിക്കണം, പ്രാണസഞ്ചാരത്തെ ശരത്തെ എങ്ങനെ, ശ്വാസത്തെ ഏത് വിധത്തിൽ ഏത് നാഡിയിലേക്ക് വിടണം എന്നുള്ള ചന്ദ്രന്റെ 16 കലകളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഷോഡശ കലകൾ എന്ന് പറയുന്നത്. ഇത് സിദ്ധമാർഗത്തിലുള്ളവർക്ക് അറിയാം. അത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറ്റമല്ല. അമൃതമാനത പൂഷ വെറും വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാടുന്നതല്ല, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അമൃതമാനത പൂഷ അത് 3, അതിങ്ങനെ വന്നിട്ടുള്ളത് ഷോഡശകലയിലെ ആദ്യത്തേതാണ് അമൃതമാനത പൂഷ. തുഷ്ടിപുഷ്ടിരതി അത് അടുത്ത കലകൾ, അടുത്ത 3, അപ്പോൾ 6 കലകളായി. അമൃതമാനത പൂഷ, തുഷ്ടിപുഷ്ടിരതി, ധൃതി ശശിനി ചന്ദ്രിക, കാന്തി ജ്യോത്സന ശ്രീ, കാന്തി 1, ജ്യോത്സന 1, ശ്രീ മറ്റൊന്ന്. ഇത് കലകളാണ്, ചന്ദ്രന്റെ കലകളെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ബൃഹത്തായ ഹിന്ദു മതത്തിന്റെ, ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ജ്ഞാനമാണ്. ഈ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ശ്രീ കഴിഞ്ഞിട്ടുള്ളത് വരണമാണ് പ്രീതി അംഗതപൂർണ എന്ന് പറയുന്നത്. പ്രീതി അംഗതപൂർണ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മൃതയിലേക്ക് എത്തുന്നു. 16 കലകളാണ്. അമൃതമാനത പൂഷ 3ആയ, തുഷ്ടിപുഷ്ടിരതി, ധൃതി ശശിനി ചന്ദ്രിക, കാന്തി ജ്യോത്സന ശ്രീ, പ്രീതി അംഗത പൂർണ്ണ മൃത. അപ്പൊ 16 എണ്ണമായി. ഈ 16 കലകൾ, ചന്ദ്രന്റെ 16 കലകൾ, ഇതെങ്ങനെയാണെന്ന് നോക്കി പ്രാണനെ ഏതു വിധത്തിൽ സഞ്ചരിപ്പിച്ച് ജീവാത്മ പരമാത്മ ലയനം നടത്തണം എന്നുള്ളത്
അത് നമ്മുടെ 18 സിദ്ധന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള എല്ലാവരുടെയും നേതാവെന്ന് പറയത്തക്ക വിധത്തിലുള്ള പിന്നെ നേതാവായ കുംഭമുനി എന്ന് പറയുന്ന അഗസ്ത്യമുനി സൃഷ്ടിച്ചതാണിത്, കണ്ടെത്തിയതാണിത്. എല്ലാവരും എല്ലാം കണ്ടെത്തുകയാണ്. ഇതിനെ നമുക്ക് ധിക്കരിച്ചു പോകാമോ? ഇതില്ലയോ? ഇത് പറഞ്ഞാൽ ഇങ്ങനൊന്നും ഇല്ല എന്ന് പറയാം. ഇത് വെറും വാചക കസർത്താണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? ഇത് വാചക കസർത്താണെന്നുണ്ടെങ്കിൽ ഇതിന് ഇല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഈ പറയുന്നവർക്കുണ്ട്. ഹിന്ദുമതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നതിന്റെ അറിവെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അത് കടല് പോലെ കിടക്കുകയാണ്. ആ അറിവിന്റെ മുമ്പിൽ നമ്മൾ ആരും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇതൊന്നും പൂർണ്ണമായ അറിവുമല്ല, ഒത്തിരി അറിയാനുണ്ട്, ഒത്തിരി കാര്യം. ഒരു ജന്മം പോരാ ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുള്ള അറിവുകൾ, ഹിന്ദു സംസ്കാരത്തിന്റെ അറിവുകൾ. ഇത് ഹിന്ദു മതത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറയണല്ല. വെള്ളം ചേർത്ത് നിറം മാത്രം പോയിട്ട് ഇപ്പൊ നിറം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകരുത് എന്ന് വിചാരിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. ഈ അറിവ് പൂർണ്ണമായിട്ട് ശരിയാണെന്നോ എനിക്കെല്ലാം കൊണ്ട് അറിയാമെന്നോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല, ഒരിടത്തും എത്തിയിട്ടില്ല, ആരെയും വെല്ലുവിളിക്കത്തക്ക വിധത്തിലായിട്ടുമില്ല. പക്ഷേ ഈ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള എൻ്റെ അറിവിനെ പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തത്. ആ അറിവ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം പറയുക. അതുകൊണ്ട് ഷോഡശക്രിയ ചെയ്യുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അയ്യോ അതെന്തോ ഒരു മഹത്തായ കാര്യമാണ് എന്ന് കരുതി ആരും ഭയക്കേണ്ട കാര്യമില്ല. ഷോഡശക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന കുറേ കാര്യം, ജനനം മുതൽ മരണം വരെ പാലിക്കുന്ന 16 അവസ്ഥകളാണ്, അല്ലെങ്കിൽ 16 വഴികളെയാണ് ഷോഡശക്രിയകൾ എന്ന് പറഞ്ഞത്. അതിൽ ബ്രാഹ്മണ വിഭാഗക്കാരൊഴിച്ച് മറ്റുള്ളവരൊക്കെ 1-2 കാര്യങ്ങൾ ചെയ്യുന്നില്ല. വേദം പഠിക്കുന്നില്ല, അതേപോലെ ഉപനയനം നമ്മൾ ചെയ്യുന്നില്ല. ഉപനയനത്തിന് അർത്ഥം വേറെയുണ്ട്, അതൊക്കെ ഞാൻ ഇനി പറഞ്ഞ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. വരട്ടെ, അപ്പോഴും നമുക്ക് പറയേണ്ടത് പറയാം, അപ്പോൾ സമയമാകുമ്പോൾ പറയാം. എന്തായാലും ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പൊ വന്നിട്ട് വേദം അല്ലാത്തവരും പഠിക്കുന്നത് ഒന്നും വേണ്ട. സംസ്കൃതം പഠിക്കാൻ പോകുന്ന കുട്ടികൾ എത്രയോ പേരുണ്ട്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് വേദം പഠിക്കണ്ടേ? ഉപനിഷത്തിന്റെ ചില കാര്യങ്ങൾ പഠിക്കണ്ടേ? അപ്പൊ അവരും പഠിക്കുന്നുണ്ട്. ഇന്ന് അറിവെന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. അറിവെന്ന് പറയുന്നത് കെട്ടിക്കിടക്കാനുള്ളതല്ല, ധനവും ജ്ഞാനവും കെട്ടിക്കിടക്കാനുള്ളതല്ല, അത് പകരേണ്ടതാണ്. ധനവും ജ്ഞാനവും എവിടെ കെട്ടിക്കിടക്കുന്നോ അവിടെ തകർച്ചയുണ്ടാകും, അത് ദോഷം ചെയ്യും. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകേണ്ടതാണ്. ജ്ഞാനമെന്ന് പറയുന്നത് അറിവ് ജലമാണ്, അത് ഒഴുകേണ്ടതാണ്. അത് കെട്ടിക്കിടക്കേണ്ടതോ ചുരുക്കം ചില ആൾക്കാരിൽ മാത്രം നിൽക്കേണ്ടതോ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു അറിവുണ്ടെങ്കിൽ മറ്റൊരാളിനത് പറഞ്ഞു കൊടുക്കുന്നതിൽ മടി കൂടാതെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ഈ ജ്ഞാനം വർദ്ധിക്കുകയുള്ളൂ, ജ്ഞാനം നിലനിൽക്കുകയുള്ളൂ, അറിവ് നിലനിൽക്കുകയുള്ളൂ. അതാണ് അറിവ് ഒരു നിറവാണ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് അറിവ് ഒരു മുറിവായി മാറുന്നത്. ഞങ്ങൾ ഷോഡശക്രിയകൾ ചെയ്യുന്നവരാണ്, നമുക്കറിയാം, ഒന്നും അറിഞ്ഞുകൂടാ എന്ന് ചിലപ്പോൾ പറയേണ്ടി വരുന്ന അതുകൊണ്ടാണ്. ഇത് ആരെയും വെല്ലുവിളിക്കാനോ ആരെയും മത്സരത്തിന് നിൽക്കാനോ ഒന്നുമല്ല, പറഞ്ഞതിന് മറുപടി എന്ന് പറഞ്ഞു. ഭക്തിയോഗത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഷോഡശക്രിയകളിൽ കൂടുതലായിട്ട് അടിസ്ഥാനപ്പെട്ടു വരുന്നത്. ഷോഡശക്രിയകൾ ചെയ്യുന്നതിൻ്റെ അതിനകത്തുള്ള പൂജാവിധികളും യോഗ മറ്റ് കാര്യങ്ങളൊക്കെ ഭക്തിമാർഗങ്ങളൊക്കെ വരുമ്പം അതിൽ വൈഷ്ണവമാണ് മുന്തി നിൽക്കുന്നത്, ശൈവം ഇത്തിരി കുറവാണത്. അതാണ് എൻ്റെ വ്യത്യാസത്തിൽ നോക്കാവുന്ന കാര്യം. അപ്പോൾ എന്നാലും ശൈവം വളരെയേറെ മുന്തി നിന്ന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, വൈഷ്ണവം അവിടെ മാറും. ശിവനെ അറിയണമെങ്കിൽ വിഷ്ണുവിനെ അറിയണം, വിഷ്ണുവിനെ അറിയണമെങ്കിൽ ശിവനെ അറിയണം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്.
അതെന്ന് പറഞ്ഞാൽ ഷോഡശക്രിയയിലെ ഷോഡശ സ്ഫുടക്രിയ വ്യക്തമായിട്ട് അറിയണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സിദ്ധന്മാർ പറയും പിന്നെ പിന്നെ തായെ അറിയുവാൻ തന്ത ഏതെന്ന് പോലും അറിയണ്ട, പക്ഷെ തന്ത ഏതെന്നറിയുവാൻ തായ് കൂടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് അർത്ഥം ശിവൻ എന്തെന്നറിയാൻ, അല്ലെ ശക്തി എന്തെന്നറിയാൻ, ശിവനും ശക്തിയും എന്തെന്നറിയാൻ വൈഷ്ണവം കൂടിയേ തീരുള്ളൂ, വിഷ്ണു കൂടിയേ തീരുള്ളൂ, ലക്ഷ്മി എന്തെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. ഇതെല്ലാം ദേവതകളാണ്, ശരിയാണ്, അവരാരും ഈശ്വരരല്ല. പിന്നെ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തുള്ള ഗുരുഗീത പഠിക്കണം. ഗുരുഗീത എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശിവൻ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശിവൻ തന്നെ പാർവതിയോട് പറയുന്നുണ്ട്, പാർവതി ഞാനോ പിന്നെ വിഷ്ണുവോ ബ്രഹ്മാവോ ദൈവങ്ങളല്ല, ഞങ്ങളെല്ലാം ഗുരുക്കന്മാരാണ്, ദൈവിക ശക്തിയുള്ള ഗുരുക്കന്മാരാണ് നമ്മൾ എന്ന് പറഞ്ഞാണ് ഗുരുഗീത തുടങ്ങുന്നത് തന്നെ. ആ ഗുരുഗീതയെ മുൻനിർത്തി വേണം നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഷോഡശക്രിയ എന്ന് പറയുന്നത് എന്തോ ഒരു ബൃഹത്തായ കാര്യമാണ് എന്ന് ആരും ധരിക്കേണ്ട, അത് കേട്ട് ആരും ഭയക്കണ്ട. ഷോഡശക്രിയകളിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ച് ബാക്കിയെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പം ഏതാണ്ടുള്ളതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഷോഡശക്രിയയുടെ അതിഗംഭീരമായ ജ്ഞാനം അറിയണമെന്നുണ്ടെങ്കിൽ ഷോഡശ കലകൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഷോഡശ കലകൾ അറിയുന്നതിനോടൊപ്പം തന്നെ ഷോഡശ രസക്രിയയെക്കുറിച്ച് പഠിക്കണം. ഷോഡശ രസക്രിയ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു കെമിസ്ട്രിയാണ്. ഏതിനോട് ചേർക്കുമ്പോൾ എന്തായി തീരും എന്നൊക്കെ പറയുന്ന അതിഗംഭീരമായ ഒരു രസതന്ത്രമാണ് ഷോഡശ രസക്രിയ. അതിൻ്റെ മുമ്പ് ഈ പറയുന്ന ഷോഡശക്രിയ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. കടലിൻ്റെ അടുത്ത് ഒരു ഓടവെള്ളം നിൽക്കും പോലെ ഉള്ളൂ. അത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അതാണ് പറഞ്ഞ് സിദ്ധനോട് വേദം ഓതുവാൻ പോയാൽ ബുദ്ധിയില്ലാത്തവനല്ല സിദ്ധനെന്നും അറിഞ്ഞു വേണം വേദം ഓതുവാൻ ചെല്ലുവാൻ എന്ന് പറയുന്നത്. അത്രത്തോളം അറിവും കാര്യങ്ങളും ജ്ഞാനവുമുള്ള ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്. ആ സംസ്കാരത്തെ അറിയുവാൻ ശ്രമിക്കുക, അല്ലാതെ ഭയപ്പെടുത്തി ഭക്തിയിലേക്ക് എത്തിക്കരുത്. ഭയഭക്തി ബഹുമാനം, എല്ലാ ഭക്തിയും ഭയത്തിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത്. ഭയം വേണം, പക്ഷെ ആ ഭയം ഉദരപൂരണത്തിന് മാത്രം ആകരുത്. ആ ഭയം മറ്റുള്ളവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന വിധത്തിലുള്ളതാകരുത്. ആ ഭയം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് തടസ്സം നിൽക്കുന്ന വിധത്തിലാകരുത്. ആ ഭയം ഒരു തരത്തിലുള്ള ക്ഷേത്രത്തിലുള്ള പ്രവേശനത്തിനും തടസ്സം ഉണ്ടാക്കുന്ന വിധത്തിലാകരുത്. ഒരു ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുന്നു. കാരണം ശ്രീകോവിലിനകത്ത് കയറാൻ ഭക്തന് അവകാശമില്ലാതിരിക്കെ പല്ലിയും എലിയും ശ്രീകോവിലിനകത്ത് കയറി മലത്തിലിരിക്കുന്ന ഈച്ച വന്ന് ദേവന്റെ മുഖത്ത് വിഗ്രഹത്തിന്റെ മുഖത്ത് വന്നിരുന്ന് രസിക്കുന്നത് കണ്ടുകൊണ്ട് ഭക്തനെ നോക്കി മാറി നിൽക്കേ എന്ന് പറയുകയും കൈനീട്ടി പ്രസാദം കൊടുക്കുമ്പോൾ കൈനീട്ടി വാങ്ങുന്ന ദക്ഷിണ എന്ന് പറയുന്ന ധനത്തിന് ജാതിമതമില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എല്ലാവരും പുച്ഛിക്കുന്ന ഏതോ ഒരു കീഴ്ജാതിക്കാരൻ്റെ കയ്യിൽ നിന്നായിരിക്കും വന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെയേറെ മാറ്റി നിർത്തുന്ന മത്സ്യമാംസാദികൾ വിൽക്കുന്നവന്റെ കയ്യിൽ നിന്നായിരിക്കും വരുന്നത്. മത്സ്യത്തിന്റെ നാറ്റമുള്ള നോട്ട് പോലും വിശുദ്ധമായി മാറുന്ന ദക്ഷിണയായി മാറുമ്പോൾ വളരെ ആലോചിക്കണം. ശ്രീകോവിലിനകത്തിരിക്കുന്ന വിഗ്രഹത്തില് വന്നിരിക്കുന്ന ഈച്ചയും അതിനകത്ത് വളരെയേറെ ഭക്തനേക്കാളേറെ രസിച്ച് നടക്കുന്ന പല്ലിയെയും എലിയെയും ഒക്കെ കണ്ടുകൊണ്ട് സിദ്ധവേദം പഠിക്കണം. സിദ്ധവേദത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ദത്താത്രേയ ഗുരുവിൻ്റെ അവധൂത ഗീത പഠിക്കണം, അദ്ദേഹത്തിൻ്റെ ചൊല്ലുകൾ പഠിക്കണം. വളരെ നികൃഷ്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ദത്താത്രേയ ഗുരു പറഞ്ഞിട്ടുള്ളത്.
ദത്താത്രേയ ഗുരുവിനേക്കാളും വലിയ ഗുരുക്കന്മാരാരുമല്ല നമ്മളാരും. അതുകൊണ്ട് അകറ്റി നിർത്തുക അല്ല വേണ്ടത്, അടുപ്പിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഭക്തനെയും ദേവനെയും അകറ്റുകയല്ല വേണ്ടത്. ഒരു ഇടനിലക്കാരനായിട്ടിരിക്കുന്ന പൂജാരിമാര്, അതുപോലുള്ള വിഭാഗക്കാര് ഭക്തനെയും ദേവനെ അടുപ്പിച്ചു നിർത്തുകയാണ് വേണ്ടത്. അകറ്റി നിർത്തി, ഭയം ഉണ്ടാക്കി അകറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്.